വിദ്യാരംഭത്തോടനുബന്ധിച്ചുകൊണ്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളിലും നമ്മൾ എന്ത് ചെയ്യാണ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സിവിൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യാരംഭത്തിൽ ആരംഭിക്കുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബാച്ചസിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നത്. പക്ഷേ ഈ ഒരു വിദ്യാരംഭം ബാച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത് ഈ സെപ്റ്റംബർ 30 വരെയുള്ള ഡേറ്റിൽ മാത്രമായിരിക്കും അഡ്മിഷൻ എടുക്കാൻ കഴിയുക. അപ്പോൾ ഈ സെപ്റ്റംബർ 30 വരെയുള്ള ഡേറ്റിൽ നിങ്ങൾ ഈ ഒരു ബാച്ചസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതെന്ന് വെച്ച് ഏറ്റവും മികച്ച ഒരു സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. 30-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ടാവുക ഒക്ടോബർ 2-ന് നമ്മൾ വിദ്യാരംഭത്തോടനുബന്ധിച്ച് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കരിയർ സെറ്റാക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്വപ്ന യാത്രയിലേക്കുള്ള ഒരു മികച്ച തുടക്കമാവണം വിദ്യാരംഭത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, വിദ്യാരംഭത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറക്കണ്ട, ഈ സെപ്റ്റംബർ 30-ാം തീയതി വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ബാച്ചസിൽ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. ഏറ്റവും മികച്ച അവസരമാണ്. നിങ്ങളുടെ കരിയർ സെറ്റാക്കാൻ ഇതിലും മികച്ചൊരു അവസരം ലഭിക്കാനില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, നിങ്ങളുടെ പഠനം ആരംഭിക്കൂ.